السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച പവിത്രമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ പരിപാവനമായ സ്വർഗീയ സുവനത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടാൻ നാഥൻ നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ. നമ്മയും അവരെയും എല്ലാവിധ ആഫാത്ത്, മുസീബാത്ത്, ശർറ്, ഫിതൻ, ഫസാദുകളിൽ നിന്നെല്ലാം അല്ലാഹു സലാമത്താക്കുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ഇന്ന് ദുൽഖഅദ് 27 ഞായറാഴ്ച പിറ കണ്ടാൽ തിങ്കളാഴ്ച ദുൽഹിജ്ജ 1, അല്ല എങ്കിൽ ചൊവ്വാഴ്ച ദുൽഹിജ്ജ 1 ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദുൽഹിജ്ജ മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പിറ കണ്ടാൽ തിങ്കളാഴ്ച പ്രവേശിക്കും, അല്ല എങ്കിൽ ചൊവ്വാഴ്ച ദുൽഹിജ്ജ 1 ആണ്. എന്താണ് ദുൽഹിജ്ജ? ദുൽഹിജ്ജ മാസം കടന്നു വരുമ്പോ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? സാന്ദർഭികമായ അനിവാര്യമായ ചില അറിവുകൾ പങ്കുവെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഫത്വയിൽ കടക്കാം. ദുൽഹിജ്ജ മാസം എന്നത് ആ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ എന്നത് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ അവന്റെ അനുഗ്രഹാശിസ്സുകൾ സമ്പാദിക്കുന്നതിന് വേണ്ടി ചില അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. റമദാൻ ശരീഫ് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. എന്നാൽ തത്തുല്യ പ്രാധാന്യമുള്ള പല ദിനരാത്രങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹാശിസ്സുകൾ സമ്പാദിക്കുന്നതിനു വേണ്ടി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, തഅല്ലമുൽ ഖൈറ ദഹറകും
തഅല്ലമുൽ ഖൈറ ദഹ്റകും, നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഖൈറിനെ നിങ്ങൾ പഠിക്കണമേ. തഅല്ലമു, നിങ്ങൾ പഠിക്കണമേ, അൽ ഖൈറ, നന്മയെ, ഖൈറായ കാര്യങ്ങളെ, ദഹ്റകും, ആയുഷ്കാലം മുഴുവനും അറിവിന് നിങ്ങൾ ചെവി കൊടുക്കണമേ എന്ന് നമ്മുടെ നേതാവ് പഠിപ്പിച്ചു തരുകയാണ്. ഇത്രയും പ്രായമൊക്കെ ആയല്ലോ, ഇനിയിപ്പോ അങ്ങനെയല്ല. ആയുഷ്കാലം മുഴുവനും അറിവിന് ചെവി കൊടുക്കണമെന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമാണ്. അതിനോട് ചേർത്ത് തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? വതഅറദൂ ലിനഫഹാതി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന ചില അവസരങ്ങളുണ്ട്, അതിന് നിങ്ങൾ കരുതിയിരിക്കണം, നഷ്ടപ്പെടുത്തരുത്. ഏത് റഹ്മത്ത്? എന്താണ് റഹ്മത്ത്? ലൻ യദ്ഖുലൽ ജന്നത അഹദുകും അമലുഹു, നിങ്ങളിൽ ഒരാളെയും സ്വർഗ്ഗത്തിൽ കടത്തുകയില്ല നിങ്ങളുടെ അമല്. പിന്നെ അല്ലാഹുവിന്റെ റഹ്മത്താണ് നമ്മെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് സ്വർഗ്ഗപ്രവേശനം സാധ്യമാവുക. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുമ്പോഴാണ് സ്വർഗ്ഗത്തിന് നമ്മൾ അർഹരായി തീരുക. തങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ഹദീസ് ചേർത്ത് വായിച്ചു നോക്കൂ. തഅറദൂ ലിനഫഹാതി റഹ്മത്തില്ലാഹ്, നിങ്ങളുടെ ആയുസ്സിൽ പല അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന പല അവസരങ്ങളുമുണ്ട്, നഷ്ടപ്പെടുത്തരുത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്. ഹദീസിന്റെ തുടക്കം എന്താ? തുടക്കം തഅല്ലമുൽ ഖൈറ ദഹ്റകും, ആയുഷ്കാലം മുഴുവനും നിങ്ങൾ അറിവിന് ചെവി കൊടുക്കണം. ചേർത്ത് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന പല അവസരങ്ങളുമുണ്ട്, പല ദിവസങ്ങളുണ്ട്, പല അമലുകളുണ്ട്, അതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. നഷ്ടപ്പെടുത്തിയാലോ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, 27ാമത്തെ ആയത്തിൽ, യൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി, നഷ്ടപ്പെടുത്തിയവർ നാളെ ഖിയാമത്ത് നാളിൽ കൈകടിക്കുന്നവരായി തീരും. ഖിയാമത്ത് നാളിൽ കൈകടിക്കേണ്ടവരായി തീരും. അല്ലാഹുവിന്റെ പ്രയോഗം നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ അല്ലേ? റിസൾട്ട് വരുമ്പോ കൈകടിക്കേണ്ടി വരും എന്ന് പറഞ്ഞില്ലേ? ഇന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ് 3 മണിക്ക് SSLC-യുടേത്. എന്റെ മകളടക്കം ഒരുപാട് പേര് SSLC എഴുതിയിട്ടുണ്ട്. അല്ലാഹു തആല ഖൈറായ റിസൾട്ട് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുശേഷമുള്ളവരുടെ പഠനങ്ങളിലും അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, റിസൾട്ട് വരുമ്പോ കൈകടിക്കേണ്ടി വരുമെന്ന് ടീച്ചർമാർ പറയും. നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൈകടിച്ചിട്ടുണ്ട്. എത്ര കൈകടിച്ചാലും നമ്മൾ പഠിക്കില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. സംഭവം പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് പരിഹരിക്കാൻ കഴിയില്ല. SSLC പോയ അടുത്ത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്നാൽ ആഖിറത്തിൽ കൈകടിച്ചാൽ, ദുനിയാവിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭ്യമാകുന്ന അമലുകളിൽ നിന്നും വിട്ടുനിൽക്കുകയും അല്ലാഹുവിന്റെ അനുഗ്രഹാശിസുകൾ കിട്ടുന്നതായ ദിനരാത്രങ്ങളെ നെവർ മൈൻഡായിട്ട് വിടുകയും ചെയ്താൽ നാളെ കൈകടിക്കേണ്ട അവസ്ഥ വന്നാൽ പിന്നെ അത് പരിഹരിക്കാൻ കഴിയില്ല. സൂറത്തുൽ ഫുർഖാൻ 27ാമത്തെ ആയത്ത്, യൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി. ബഹുമാനികളെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദുൽഹിജ്ജയുടെ പിറ കണ്ടാൽ അന്ന് മുതൽ തുടങ്ങുന്ന ഒരു 10 ദിവസം വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. അതിന്റെ മനോഹാരിത മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ശരീഫിന്റെ ആയത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ 10 ദിനരാത്രങ്ങളുടെ മഹത്വവും ശ്രേഷ്ഠതയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. ഈ ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന അമലിനോളം അല്ലാഹുവിന് പ്രിയങ്കരമായ മറ്റൊരു അമലുമില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതാണ്. ലഫ്ള് അർത്ഥം പറഞ്ഞാൽ മാ മിൻ അയ്യാമിൻ, ഒരു ദിവസവും ഇല്ല, അൽ അമലു സ്വാലിഹു, സുകൃതങ്ങൾ, അഹബ്ബു ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് ഇഷ്ടമുള്ളതായിട്ട്, മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിൽഹിജ്ജയുടെ 1 മുതൽ 10 ദിവസം വരെ ചെയ്യുന്ന അമലിനേക്കാൾ.
അപ്പോൾ സഹാബത്തിൽ ചോദ്യം ചോദിച്ചു തങ്ങളോട്, വലൽ ജിഹാദു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതോ? അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുക എന്നത്, യുദ്ധം ചെയ്യുക എന്നത്, ജിഹാദ് ചെയ്യുക എന്നത് അഫ്ളലുൽ അമലായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായ പുണ്യകരമായ പ്രവൃത്തിയായിട്ട്, അമലായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അതോ? തങ്ങൾ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ഈ 10 ദിവസത്തെ തസ്ബീഹിനോട്, ഈ 10 ദിവസത്തെ തക്ബീറിനോട്, ഈ 10 ദിവസത്തെ അമലിനോട്, ഈ 10 ദിവസത്തെ ഖുർആൻ ശരീഫ് പാരായണത്തിനോട്, ഈ 10 ദിവസത്തെ ധർമ്മത്തിനോട്, സദഖയോട്, ഈ 10 ദിവസത്തെ വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ പാരായണത്തോട് ജിഹാദും എന്തല്ല, തുല്യമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദും പറ്റൂല, ജിഹാദും തുല്യമല്ല. എന്തിനോട്? ഈ 10 ദിവസം ചെയ്യുന്ന അമലിനോട്. ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആല എത്രമാത്രം ശ്രേഷ്ഠതയാക്കിയിട്ടുണ്ടെന്ന് ഈ 10 ദിനരാത്രങ്ങൾ. നമ്മുടെ ആയുസ്സിൽ ഇങ്ങനെ ഒരു ദുൽഹിജ്ജയുടെ 10 ദിവസം തന്നിട്ട് നമ്മൾ അതിനെ മൈൻഡാക്കാതെ വിട്ടു കഴിഞ്ഞാൽ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കൈകടിക്കേണ്ടി വന്നാൽ നാം ആരെയെ കുറ്റം പറയേണ്ടത്? നമ്മളെ തന്നെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, ഈ 10 ദിനരാത്രങ്ങളുടെ ഇബാദത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടി, വലൽ ജിഹാദു യാ റസൂലല്ലാഹ്, നബിയെ ജിഹാദ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നത് പുണ്യകരമാണല്ലോ. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമല് ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണോ? തങ്ങൾ പറഞ്ഞു, അതെ. ആ ദിനരാത്രങ്ങളിൽ നിങ്ങൾ ചൊല്ലുന്ന തസ്ബീഹുകള്, ഓതുന്ന ഖുർആൻ ശരീഫിന്റെ പാരായണങ്ങൾ, നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ എല്ലാം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളും മഹത്വമാണെന്ന് സയ്യിദുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ കാര്യം ഒഴിവാക്കി വിട്ടു. അതിലെ എന്താണെന്നറിയോ? രക്തസാക്ഷിയായാൽ ഒഴികെ. രക്തസാക്ഷിയായാൽ ഒഴികെ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നു, എന്നാൽ അയാൾ രക്തസാക്ഷിയായാൽ ആ ഒരു അമല് ഇതിനോട് എത്തൂല. അത് മാത്രമാണ് ഒഴിവാക്കിയത്. ആലോചിച്ച് നോക്കൂ, ധർമ്മസമരം ചെയ്യുന്നതിനേക്കാളൊക്കെ മഹത്വമുള്ള അമലുകൾ എണ്ണപ്പെടുന്ന, എഴുതപ്പെടുന്ന ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ നമുക്ക് വരാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, സഹാബത്തിന്റെ കാലഘട്ടം മുതൽ കാനൂ യുഅള്ളിമൂന 13 3 പത്തുകളെ സഹാബത്തിന്റെ കാലഘട്ടം മുതൽ അവർ ആദരിച്ചിരുന്നു. കാനൂ യുഅള്ളിമൂന 13 പത്തുകൾ. അതേതൊക്കെയാണ് 3 പത്തുകൾ? അൽ അശ്റുൽ അവ്വലു മിനൽ മുഹറം മിൻ ദിൽഹിജ്ജ, ആദ്യത്തെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10. അൽ അശ്റുൽ അഖീറു മിൻ ശഹ്രി റമളാൻ, റമളാൻ ശരീഫിന്റെ അവസാനത്തെ 10. അതുപോലെ തന്നെ അൽ അശ്റുൽ അവ്വലു മിനൽ മുഹറം, അല്ലാഹുവിന്റെ മാസം എന്നറിയപ്പെടുന്ന മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10. ഈ 3 പത്തുകളെയും സഹാബത്തിന്റെ കാലഘട്ടം മുതൽ അവർ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. വളരെയധികം ശ്രദ്ധയോടുകൂടെ, കരുതലോടുകൂടെ ഇബാദത്തുകൾ ചെയ്തിരുന്നു. സഹാബത്തിന്റെ കാലഘട്ടം മുതൽ. ഏതൊക്കെ 10ആണ്? ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങൾ. പിന്നെയോ റമളാൻ ശരീഫിന്റെ അവസാനത്തെ 10, മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10. ഇതിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യത്തോടെ കാണുന്നത് എന്താണ്? റമളാൻ ശരീഫിന്റെ അവസാനത്തെ 10 ആയി കഴിയുമ്പല്ലേ ഒരു ഉണർവും ഒരാവേശവും. എന്നാൽ ബഹുമാനികളെ, റമളാൻ ശരീഫിന്റെ അവസാനത്തെ 10-നേക്കാളും ശ്രേഷ്ഠതയാണ് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. ഈ മുസ്ലിം എന്തായി പറയുന്നത്? ബഹുമാനികളെ, റമളാൻ ശരീഫിന്റെ അവസാനത്തെ 10 ശ്രേഷ്ഠമാണ്. അതിന്റെ രാവുകൾക്കാണ് ശ്രേഷ്ഠത. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ളതായ ദിവസങ്ങളിൽ പകലുകൾക്കാണ് ശ്രേഷ്ഠത. അത് എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമാണ്. മറ്റ് എല്ലാ 10-നേക്കാളും ശ്രേഷ്ഠതയാണ് ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ളത്.
1 മുതൽ 10 വരെയുള്ള പകലുകൾ മറ്റേത് പകലുകളെക്കാളും ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് സഹാബത്തിന്റെ കാലഘട്ടം മുതൽ അതിനെയും വളരെയധികം കരുതലോടെ ആദരിച്ചു വന്നത്. വളരെയധികം കരുതലോടുകൂടെ തന്നെ, ശ്രദ്ധയോടുകൂടെ തന്നെ ഇബാദത്തുകൾ ചെയ്തത്. ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ എന്തൊക്കെ ചെയ്യണമെന്നത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. പ്രത്യേകിച്ച് എന്ത് അമലാണ് ചെയ്യേണ്ടത്, എന്ത് സുന്നത്താണ് നിർവഹിക്കേണ്ടത്, എത്ര ഖുർആൻ ശരീഫ് പാരായണം നമ്മൾ ചെയ്യണം എന്നത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ് ആ വിഷയം. എന്തുകൊണ്ടെന്നറിയോ? പണ്ഡിതന്മാർ വെറുതെ പറയണതല്ല. ഈ 10 ദിനരാത്രങ്ങളെ ഏറ്റവും മഹത്വമുള്ള പകലുകളായിട്ട് എണ്ണാൻ പല കാരണങ്ങളും പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളെ സംബന്ധിച്ച് സത്യം ചെയ്തു പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ റമദാൻ ശരീഫിന്റെ 10നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരീഫിൽ സത്യം ചെയ്തു പറഞ്ഞു. വൽ ഫജ്ർ വലയാലിൻ അശർ വശഫഇ വൽ വതർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെ സത്യം. വലയാലിൻ അശർ, ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളെ തന്നെ സത്യം, 10 ദിവസങ്ങളെ തന്നെ സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ വെച്ചുകൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു എന്നത് ഒരു കാരണമായി കൊണ്ട് പണ്ഡിതന്മാർ എണ്ണുകയാണ്. 1 മുതൽ 10 വരെയുള്ള പകലുകൾ ഏറ്റവും മഹത്വമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള തെളിവുകൾ പണ്ഡിതന്മാർ കൊണ്ടുവരുന്നത് തന്നെ ഒന്നാമതായി പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസങ്ങളെ വെച്ചുകൊണ്ട് സത്യം ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ 10 ദിവസങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേകമായ ഒരു പേരും. അങ്ങനെ റമദാൻ ശരീഫിന്റെ 10ന് അല്ലാഹു പേരിട്ടു, മുഹറമിന്റെ 10ന് പേര് ഇട്ടിട്ടില്ല. മറ്റു 10കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പകലുകൾ ഈ 10കളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് പറയുകയാണ്. ഈ 10 പകലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരീഫിൽ ഒരു പേരിട്ടിട്ടുണ്ട്. സമ്മാഹു അൽ അയ്യാമൽ മഅലൂമാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് വെച്ചു അയ്യാമുൽ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പേര് വെച്ചു. വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അറിയപ്പെട്ട ആ ദിവസങ്ങളിൽ അവർ അല്ലാഹുവിനെ തക്ബീർ ചെയ്യുന്നു എന്ന്, അല്ലാഹുവിനെ ഓർക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു തആല പറഞ്ഞു. രണ്ടാമത്തെ കാരണം, ഈ 10 ദിവസങ്ങളെയും ശ്രേഷ്ഠതയോടുകൂടെ കാണുന്നതിന് രണ്ടാമത്തെ കാരണം പറഞ്ഞത്. മൂന്നാമത്തെ കാരണം എന്താണെന്നറിയോ? നിബിതങ്ങളുടെ ഹദീസാണ്. അഫ്ളലു അയ്യാമി ദുനിയാ, ദുനിയാവിന്റെ പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പകലുകൾ എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 10കളെ പരിഗണിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. നാലാമത്തെ കാരണം എന്താണെന്നറിയോ? നമ്മളെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നാലാമത്തെ കാരണം, ഇസ്ലാം കാര്യത്തിലെ 5ഉം സമ്മിശ്രമായി സമ്മേളിക്കുന്നത് ഈ 10 ദിനങ്ങളിലാണ്. എന്തൊക്കെയാ ഇസ്ലാം കാര്യങ്ങൾ? ഷഹാദത്ത് കലിമ, 2 നിസ്കാരം, 3 അറിയില്ലേ നോമ്പ്, അൽഹംദുലില്ലാഹ്, 4 സക്കാത്ത്, 5 ഹജ്ജ്. ഹജ്ജിന്റെ അമലുകൾ ഈ മാസത്തിലുള്ളൂ, ആ ദിവസങ്ങളിലുള്ളൂ. അപ്പൊ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളും സമഞ്ജസമായി സമ്മേളിക്കുന്നത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളിലാണ്. അതുകൊണ്ടും പണ്ഡിതന്മാർ പറയുന്നു, മറ്റ് 10കളെക്കാൾ എന്തുകൊണ്ടും പരിഗണിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഗൗരവത്തിലെടുക്കേണ്ടത് ഈ 10കളെയാണ്. രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റമദാൻ ശരീഫിൽ അവസാനത്തെ 10ൽ ഇബാദത്ത് ചെയ്യും. ഇത് ഉറക്കൊന്നും ഒഴിക്കണ്ട. എന്ത് ചെയ്യാ? നമ്മള് ജമാഅത്ത് നിസ്കാരങ്ങളൊന്നും നഷ്ടപ്പെടാതെ, അതുപോലെ തന്നെ അതിന്റെ സുന്നത്തുകളെല്ലാം എടുത്ത് കഴിയുന്നവർ സുന്നത്ത് നോമ്പെടുത്താൽ 1 ദിവസത്തെ നോമ്പിന് 1 വർഷത്തെ നോമ്പിന്റെ പ്രതിഫലമാണ്. കഴിയുന്നവർ അതും എടുത്ത് അങ്ങനെയുള്ള നമ്മളെ കൊണ്ട് കഴിയുന്ന അമലുകൾ ചെയ്താൽ തന്നെ ബഹുമാനികളെ അതിന്റെ മഹത്വം നമുക്ക് നേടിയെടുക്കാൻ കഴിയും.
അപ്പൊ ഒരു കാരണം പറഞ്ഞത് എന്താ? നാലാമത്തെ കാരണം ഇസ്ലാം കാര്യങ്ങളിലെ 5 സംഭവിക്കുന്ന 5 അമലുകളും സംഭവിക്കുന്നത് വർഷത്തിൽ ഈ 10 ദിനരാത്രങ്ങളിൽ മാത്രമാണ്. ആറാമത്തെ കാര്യം, 5-ാമത്തെ കാര്യം പണ്ഡിതന്മാർ പറയുന്നത് ഉൽഹിയ്യത്ത് എന്ന കർമ്മം നടക്കുന്നതും ഈ 10-നാണ്. 10 അന്നാണല്ലോ ഉൽഹിയ്യത്ത് കർമ്മം നടത്തുന്നത്. അതും ഇതിന്റെ മഹത്വം ഉണ്ടാകുന്നതിന് കാരണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നതാണ്. ഉൽഹിയ്യത്ത് കർമ്മം എന്ന് പറയുമ്പോൾ അത്രയും മഹത്വമുള്ളതാണ്. ബഹുമാനികളെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ദിവസങ്ങൾ, ചെയ്യുന്ന അമൽ ചെയ്യാനുള്ള അവസരങ്ങൾ അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നതായ അവസരങ്ങൾ അല്ലാഹു തആല നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്നതാണ്. ഈ റഹ്മത്ത് കൊണ്ടാണ് നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കേണ്ടതും. പ്രധാനമായിട്ടും ഈ 10 ദിവസങ്ങളെ നാം ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുക. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ആഴ്ചകളിലും പറഞ്ഞതുപോലെ ഉൽഹിയ്യത്ത് കർമ്മം, അതിന് അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ഷെയർ ചേർന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ വ്യക്തിപരമായിട്ട് നടത്തുന്നുണ്ട്. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതിനുവേണ്ടി മുന്നിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനികളെ, ഉൽഹിയ്യത്ത് കർമ്മം എന്നത് അത്രമേൽ ശ്രേഷ്ഠമാണ്. സുഹാത്ത് പാലത്തിൽ നമുക്ക് വാഹനമാണെന്ന് 1-ാമത്തെ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കി. 2-ാമത്തെ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ തഖ്വയെ അളക്കുന്ന അമലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ഉൽഹിയ്യത്ത് കർമ്മം. ഈ ഉൽഹിയ്യത്ത് കർമ്മത്തിന് തയ്യാറായിട്ടുള്ള നിയ്യത്ത് വെച്ചിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജതി. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജതി, ദുൽഹിജ്ജ മാസത്തിന്റെ പിറ നിങ്ങൾ ദർശിച്ചു കഴിഞ്ഞാൽ ബലികർമ്മം നിർവഹിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവന്റെ നഖവും മുടിയും അവർ നീക്കരുത് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ദുൽഹിജ്ജ 1 മുതൽ ഏതുവരേക്കും എപ്പോ വരെയാണ് നീക്കാൻ പാടില്ലാത്തത്? ഉൽഹിയ്യത്ത് അറുക്കുന്നത് വരെ. അത് മനസ്സിലാക്കണം കേട്ടോ. പെരുന്നാളിന്റെ രാവിലെ മുറിക്കാൻ അറക്കാൻ പോണേലേ പാടില്ല. ഉൽഹിയ്യത്ത് അറുത്തതിന് ശേഷം മാത്രമേ നീക്കാൻ പാടുള്ളൂ. അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. എന്താണത്? ഉൽഹിയ്യത്ത് നമുക്ക് അറക്കുന്നത് ദുൽഹിജ്ജ 10 മുതൽ അയ്യാമുൽ തശ്രീഖിന്റെ അസ്ർ വരെ പറ്റും. അതായത് ദുൽഹിജ്ജ 11, 12, 13ന്റെ അസ്ർ വരെ നമുക്ക് എന്ത് ചെയ്യാം? ഉൽഹിയ്യത്ത് അറക്കാം. ഒരാൾ 13ന്റെ അന്ന് ളുഹറിന് ശേഷമാണ് ഉൽഹിയ്യത്ത് അറത്തത്, എന്നാൽ അതുവരെ നീക്കാൻ പാടില്ല. അങ്ങനെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇനി ആരൊക്കെ നീക്കാൻ പാടില്ലാത്തത്? ഉൽഹിയ്യത്തിന് നിയ്യത്ത് വെച്ചേക്കുന്ന ആളാണ്, അല്ലാതെ ആ വീട്ടിലുള്ള എല്ലാവരും. ഒരു കുടുംബനാഥൻ ഉൽഹിയ്യത്ത് അറുത്താൽ ആ കുടുംബത്തിലേക്ക് അത് മതി, എല്ലാവരും വേണ്ട. പക്ഷെ ഈ നിയമം ബാധകമാകുന്നത് ആ നിയ്യത്ത് വെച്ചേക്കുന്നത് ആരാണോ, ചിലപ്പോ ഭർത്താവാകാം, ചിലപ്പോ ഭാര്യ, ചിലപ്പോ മോനാകാം, ആരാണോ നിയ്യത്ത് വെച്ചേക്കുന്നത് അവർക്കാണ് നിയമം ബാധകമാകുന്നത്. ഏതുവരേക്കുമാണ് ബാധകം? പെരുന്നാളിന്റെ അന്ന് രാവിലെ വരെയല്ല, പിന്നെ ഉൽഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നത് വരേക്കും ഈ നിയമം ബാധകമാണ്. അല്ലാഹു തആല കുറ്റമറ്റ നിലയിൽ നമുക്ക് നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, മുൻ ആഴ്ചകളിൽ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഗൗരവമായ ഒരു വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. മൻ വജദ ലഹു സഅതൻ ഫലം യുളഹി ഫലാ യഖ്റബന്ന മുസല്ലാന. ഒരാൾക്ക് കഴിവുണ്ടായിട്ട് ഉൽഹിയ്യത്ത് അറക്കാൻ കഴിയും, അല്ലെങ്കിൽ ഷെയർ കൂടാൻ കഴിയും, എന്നിട്ടും അതിന് മുതിരുന്നില്ല എങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന, നമ്മുടെ നിസ്കരിക്കുന്നിടത്തേക്ക് അവൻ വരരുത്. കഴിയുന്നവരെ കുറിച്ചാണ് പറയുന്നത്, കഴിവില്ലാത്തവരെ കുറിച്ചല്ല പറയുന്നത്. കഴിയും എന്നിട്ടും അതിന് മുന്നിട്ടിറങ്ങുന്നില്ല എങ്കിൽ അവൻ നിസ്കരിക്കുന്നിടത്തേക്ക് വരണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണമെങ്കിൽ എത്ര ഗൗരവമുള്ള ഒരു വിഷയമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൽഹിയ്യത്ത് അറുക്കാൻ പറഞ്ഞ സാഹചര്യം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉൽഹിയ്യത്ത് അറുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞ സാഹചര്യം
നമ്മൾ എപ്പോഴും കേൾക്കുന്നതും നമ്മൾ എപ്പോഴും മനഃപ്പാഠമാക്കി നമ്മൾ നിസ്കാരത്തിൽ ഓതാൻ ഇഷ്ടപ്പെടുന്നതുമായ ഒരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ? ഇന്നാ അഅതൈനാകൽ കൗസർ അല്ലേ? അതിൽ പറയുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് നബിയേ, ഇന്നാ അഅതൈനാക, തീർച്ചയായും നാം അങ്ങേക്ക് നൽകിയിരിക്കുന്നു അൽ കൗസർ. എന്താണ് അതിന്റെ തഫ്സീർ പണ്ഡിതന്മാർ പറഞ്ഞേക്കുന്നത്? ധാരാളം നിഅമത്തുകൾ എന്നൊരു അർത്ഥമുണ്ട്. ധാരാളം അനുഗ്രഹങ്ങൾ അങ്ങേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്, നാം അങ്ങേക്ക് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാ? മിനൻ നുബുവത്തി, തഫ്സീർ ജലാലയിൽ കാണാം, മിനൻ നുബുവത്തി വൽ ഖുർആനി വശഫാഅത്ത്. ഒരുപാട് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നുബുവത്ത്, ഖുർആൻ ശരീഫ്, ശഫാഅത്തിനുള്ള അർഹത. അല്ലാഹു തആല പറയാണ് ഇന്നാ അഅതൈനാകൽ കൗസർ, ധാരാളം അനുഗ്രഹങ്ങൾ അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക, അങ്ങയുടെ രക്ഷിതാവിന് വേണ്ടി അങ്ങ് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം. ഫസല്ലി, അതിന് തഫ്സീർ കൊടുത്തേക്കുന്നത് സ്വലാത്തു ഈദിൽ അദ്ഹ, ബലിപെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം നിർവഹിക്കണം. പിന്നെയോ വൻഹർ, അങ്ങ് ബലി അറുക്കുകയും വേണം. ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയായിട്ട് അല്ലാഹു തആല നബിയോട് പറഞ്ഞ കാര്യമാണ് ബലിപെരുന്നാളിന്റെ നിസ്കാരവും ബലികർമ്മവും. നമുക്ക് കഴിയും, എന്നിട്ട് അതിൽ നിന്നും നമ്മൾ വിട്ടുനിന്നാൽ സത്യത്തിൽ വലിയ നന്ദികേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദികേടാണ് കാണിക്കുന്നത് എന്ന് ഈ ആയത്ത് നമുക്ക് സൂചിപ്പിക്കുകയാണ്. കഴിയുമെങ്കിൽ നമ്മൾ വിട്ടുനിൽക്കാൻ പാടില്ല. അതാണ് തങ്ങളോട് ഉദ്ഹിയ്യത്ത് കർമ്മം കൊണ്ട് കൽപ്പിച്ച സാഹചര്യം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹം അങ്ങേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഫസല്ലി, അങ്ങ് നിസ്കരിക്കുക, ലിറബ്ബിക, അങ്ങ് രക്ഷിതാവിന് വേണ്ടി, വൻഹർ, ഉദ്ഹിയ്യത്ത് അറുക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു എന്നുള്ളതാണ്. ബഹുമാനികളെ, ഒരിക്കൽ കൂടി പറയട്ടെ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളും ശേഷമുള്ള ഉദ്ഹിയ്യത്ത് കർമ്മവുമെല്ലാം നമ്മുടെ ആയുസ്സിൽ നമുക്ക് ജീവനുള്ള സമയത്ത് അല്ലാഹു തആല നൽകിയ അവസരം. ഇനി അടുത്ത വർഷം അല്ലാഹു അഅലം ആരൊക്കെ ഉണ്ടാവും പറയാൻ കഴിയില്ല. അപ്പൊ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്ന സുന്ദരമായ അസുലഭമായ ഈ നിമിഷങ്ങളെയും ആ അമലിനെയും വേണ്ട ഗൗരവത്തിൽ തന്നെ കാണണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടുമായിട്ട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും യൗമ യഅദുല്ലാലിമു അലാ യദൈഹി, കൈ കടിക്കേണ്ട അവസ്ഥ നാളെ ഖിയാമത്ത് നാളിൽ വരും എന്നത് നാം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൊരുത്തപ്പെടുന്ന അമലുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഉദ്ഹിയ്യത്തിന് ഇനിയും ഷെയർ കൂടാൻ ആഗ്രഹിക്കുന്നവർ ഇൻഷാ അല്ലാഹ് 17/5/2026 ഞായറാഴ്ചക്ക് മുമ്പായിട്ട് തന്നെ ചേരണമെന്ന്, ഷെയറിന് പേര് നൽകണമെന്ന് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. 17 ഞായറാഴ്ചയാണ് അത് ക്ലോസ് ചെയ്യുന്നത്. അതിന് മുമ്പായിക്കൊണ്ട് എല്ലാവരും കഴിയുന്നവര്, ഉദ്ദേശിക്കുന്നവര് പേര് ചേർക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ പേര് നൽകിയ ശേഷം ക്യാഷ് കൊടുത്തിട്ട് രസീത് വാങ്ങാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാനുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്യാഷ് കൊടുത്ത് രസീത് കൈപ്പറ്റണമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ ക്യാഷ് കൊടുത്തിട്ടും രസീത് കൈപ്പറ്റാത്തവരുണ്ടെങ്കിൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെസിപ്റ്റ് കൈപ്പറ്റണമെന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 17-ാം തീയതിക്ക് മുമ്പായി തന്നെ അതിന്റെ കാര്യം തീരുമാനത്തിലാകണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒരു ദുആ വസിയത്താണ്. പള്ളിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സഹോദരൻ ശാരീരികമായ അവശത നിമിത്തം പള്ളിയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. പള്ളിയിൽ വന്നു ചേരാൻ വിധമെങ്കിലും ആഫിയത്ത് ഉണ്ടാകാൻ ദുആ ചെയ്യണമെന്ന് ഒരു സഹോദരൻ പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരാൻ പറ്റാത്തതിന്റെ വിഷമം, അങ്ങനെ ഒരു സഹോദരൻ ഉണ്ട് നമുക്ക് എഴുതി തന്നു. അതുപോലെ തന്നെ പല സഹോദരങ്ങളും നമ്മുടെ
പള്ളിയിലേക്ക് വരാൻ കഴിയാതെ പ്രായാധിക്യം കൊണ്ടും രോഗത്തിന്റെ വിഷമതകൾ കൊണ്ടും എല്ലാം പള്ളിയിലേക്ക് വരാൻ കഴിയാതെ പ്രയാസത്തിലാണ്. ആ ഒരു ചിന്ത തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മെക്കാളും ശ്രേഷ്ഠത ലഭിക്കാൻ, പ്രതിഫലം ലഭിക്കാൻ മതി. എന്നാലും പള്ളിയിൽ വരുന്ന ആ ഒരു സന്തോഷം, ആ ഒരു തൃപ്തി, അത് ഒരുപാട് വലിയ ആഗ്രഹത്തോടു കൂടെയാണ് നമ്മളോട് വസിയത്ത് ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കുമാറാകട്ടെ. പള്ളിയിൽ വന്ന് ഇബാദത്ത് ചെയ്യാൻ നമുക്കും അവർക്കും അല്ലാഹു മരണം വരെ തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ മാപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലും പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബേ, ശിഫ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. പള്ളിയിലേക്ക് വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ പള്ളിയിലേക്ക് വരാൻ ആഫിയത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അതുപോലുള്ള സഹോദരങ്ങൾക്കെല്ലാം നീ പൂർണ്ണമായ ആഫിയത്തും ശിഫയും പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പലവിധ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. റബ്ബേ, മാനസികമായ എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളുള്ളവരുണ്ട്. റബ്ബേ, കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കണം റഹ്മാനെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. റബ്ബേ, അനുയോജ്യമായ ജോലി നീ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ജോലിയിലും ഉപജീവന മാർഗങ്ങളിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും, ഞങ്ങളുടെ സഹായികളിൽ പലരും വിദേശ രാജ്യങ്ങളിലുണ്ട്. റബ്ബേ, അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. അവരുടെ മനസ്സിന് നീ സമാധാനം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇവരുടെയും ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ. അല്ലാഹുവേ, പള്ളിയുടെ പണിയിലേക്കും അതുപോലെ തന്നെ പള്ളിയുടെ സ്ഥലം വാങ്ങുന്നതിലേക്കും ഒരുപാട് ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹ്, ആ സംഭാവനകളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. വലുതും ചെറുതുമായ എല്ലാ സംഭാവനകളെയും നീ കബൂലാക്കണം റഹ്മാനെ. ചെറിയ മക്കൾ അടക്കം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. റബ്ബേ, നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ഏവരെയും നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ربنا ارحمهم كما ربونا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. മയ്യിത്ത് നിസ്കാരം പറഞ്ഞിരിക്കുന്നത് വലിയ പറപ്പൂർ മുസ്തഫ എന്ന സഹോദരനിക്കും പടിയൂർ നമ്പിപുരത്ത് വീരാൻ മകൻ അബ്ദുൽ ഖാദർ എന്ന സഹോദരനും കാഞ്ഞങ്ങാട് അലി എന്ന് പറയുന്ന സഹോദരനും വേണ്ടി മയ്യിത്ത് നിസ്കാരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എരമ മഹലിൽപ്പെട്ട ചിത്തുത്ത എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.